പിള്ളേരെയൊക്കെ ഫുഡ് കഴിപ്പിക്കാൻ എന്തൊരു പാടാല്ലേ. എൻ്റെ മോൾക്ക് ഒന്നും ഇറങ്ങത്തില്ല. ആകെ കഴിക്കുന്നത് തൈര്. തൈര് മാത്രമേ ഉള്ളൂ പുള്ളിക്കാരിക്ക് ഇഷ്ടം. അതുകൊണ്ട് തൈരും ചോറും കൂടെ എപ്പോഴും കൊടുക്കുക. 90% അമ്മുക്കുട്ടിയുടെ ആഹാരം ഇത് തന്നെ. പിന്നെ കുറച്ച് വെണ്ടയ്ക്കയും ബീൻസും കൂടി മിക്സ് ചെയ്തിട്ട് തോരനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പം അതിരുന്ന് കഴിക്കുക. നമ്മളെ കൊണ്ട് വാരി കൊടുപ്പിക്കാൻ സമ്മതിക്കത്തേയില്ല. പുള്ളിക്കാരിക്ക് തന്നെ അത് വാരി കഴിക്കണം. പിന്നെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പാട്ടും കേട്ടിട്ട് എന്തോ ഇന്ന് നല്ല മൂഡായതുകൊണ്ട് എന്തൊക്കെ കുറച്ച് വാരി കഴിക്കുന്നുണ്ട്. നമ്മൾ വാരി കൊടുക്കാനൊന്നും സമ്മതിക്കത്തേയില്ല. പിന്നെ അതിന് വഴക്കും ബഹളവും കാലിട്ടടിയും കരച്ചിലും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ കൊണ്ട് നടക്കണം. ഒരിടത്ത് താഴെ ഇരുത്തി നമ്മൾ വാരിക്കൊടുത്താൽ എൻ്റെ മോള് കഴിക്കത്തേയില്ല. വീടിന് ചുറ്റും റോഡിലും വണ്ടി കാണിച്ചും കാക്കയെ കാണിച്ചും വഴിയെ പോകുന്ന പട്ടിയെയൊക്കെ കാണിച്ചും അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. 1 മണിക്കൂറൊക്കെ കൊണ്ട് നടക്കണം. എത്ര നേരം നമ്മൾ എടുത്തുകൊണ്ട് നടക്കും? നമ്മളൊരു പരുവമാവും. അപ്പം താഴെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് കഴിപ്പിക്കാനാണെങ്കിൽ പുള്ളിക്കാരിയുടെ കൈ കൊടുത്ത് തന്നെത്താൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാരി കഴിക്കും. അല്ലാതെ നമ്മൾ വാരി കൊടുത്തിട്ട് കഴിക്കത്തേയില്ല. ഇപ്പോൾ തൈരുള്ളതുകൊണ്ട് അങ്ങ് വാരി കഴിക്കുക. തൈരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തൈര് വെറുതെ ഒരു പാത്രത്തിൽ കൊടുത്താലും ആ പാത്രത്തിൽ മൊത്തം തൈര് കഴിക്കും. എനിക്കറിയില്ല തൈരിനോട് എന്താ ഇത്ര ഇഷ്ടമെന്ന്.